ഒന്നും പ്രതീക്ഷിക്കാതെ ഒപ്പമുണ്ടാകുന്നവരെയാണ് ജീവിതത്തിൽ ചേർത്ത് പിടിക്കേണ്ടത് കേട്ടോ. ചില സമയങ്ങളിൽ നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ, സ്ഥാനമാനങ്ങൾ ഉണ്ടാകുമ്പോൾ, പണം ഉണ്ടാകുമ്പോൾ, എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കുറേ പേര് കൂടെയുണ്ടാകും. അവരെല്ലാം ഞാനൊന്നും തേകുമ്പോൾ, അതുപോലെ എനിക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, എൻ്റെ മുഖമൊന്ന് വാടുമ്പോൾ, എൻ്റെ ഹൃദയത്തിൽ കുറേയേറെ അസ്വസ്ഥതകളുണ്ടെന്ന് അറിയുമ്പോൾ, എന്തു പറ്റി, ഞാൻ കൂടെയുണ്ട് കേട്ടോ എന്നൊന്ന് ചോദിക്കാൻ കൂടെ നിൽക്കുന്ന കുറച്ച് പേരുണ്ടാകും. അവരെയാണ് ചേർത്ത് പിടിക്കേണ്ടത്. അവർ നമ്മുടെ കൂടെ ഉണ്ടാകും, ഒപ്പം ഉണ്ടാകും. ഇങ്ങനെ ഒപ്പമാകാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ കൈകോർത്ത് പിടിക്കേണ്ടത്. പലപ്പോഴും നമുക്കത് മനസ്സിലാകാറില്ല. നമുക്ക് നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ സൗന്ദര്യമുള്ളവർ, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളുള്ളവർ, കഴിവുകളുള്ളവർ, അവരൊക്കെ നമ്മൾ ചേർത്ത് വെക്കുന്നത്. എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, ഇവിടെ നിന്ന് എൻ്റെ ഒപ്പം നിൽക്കുന്ന എത്ര പേരുണ്ട്? അവരെൻ്റെ കൂടെ നിൽക്കുന്നത് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണോ? അല്ലെങ്കിൽ എന്നെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടെന്ന് പ്രതീക്ഷിച്ചാണോ? അങ്ങനെയുള്ളവരൊന്നും നമ്മൾ വിശ്വസിക്കുക വേണ്ട കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ അവരവരുടെ കാര്യം നടന്നു കഴിയുമ്പോൾ അവർ പോകും. അല്ലെങ്കിൽ ഞാനൊന്ന് വീഴാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവ് എന്നെ കുറിച്ച് അറിഞ്ഞാൽ മതി, കഴിഞ്ഞു, അതോടുകൂടി. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. കല്ലെറിയാൻ അവരുണ്ടാകും കൂടെ. നമ്മൾ ചേർത്ത് പിടിച്ചവരെന്ന് വിശ്വസിക്കുന്നവർ, എൻ്റെ കൂടെ ഉണ്ടാകുന്ന വിശ്വസിക്കുന്നവർ, നമ്മൾ തലയുയർത്തി നോക്കുമ്പോൾ ഇവരായിരിക്കും നമ്മളെ കല്ലെറിയുന്നത്. ഇവരായിരിക്കും നമ്മളെ ആദ്യം കുറ്റം പറയുന്നത്. നമ്മളവരോട് പറഞ്ഞ കാര്യങ്ങൾ ഇവരായിരിക്കും ലോകം മുഴുവൻ ഇങ്ങനെ പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ സമയത്ത് നമ്മൾ ഒഴിച്ചു മാറ്റിയ കുറച്ച് പേരുണ്ട്. അവരൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയ കുറച്ച് പേര്, അവരൊക്കെ ആയിരിക്കും കേട്ടോ നമുക്ക് ആശ്വാസമാകുന്നത്, ഒപ്പമാകുന്നത്. അതുകൊണ്ട് ചിന്തിക്കുക, ഈ ദൈവസന്നിധിയിൽ നിന്ന് എൻ്റെ ഒപ്പം ഉണ്ടാകുന്ന ആരായിരിക്കും? കുറേ ഫ്രണ്ട്സ് ഉണ്ടെന്നൊക്കെ പറയും നമ്മൾ, പക്ഷേ എൻ്റെ ഒപ്പം നിൽക്കുന്നത് ആരൊക്കെ ആയിരിക്കും?